ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കുഞ്ഞീസ് ക്ലാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരാം, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കാണാം. 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The main features of public health system are: it provides quality healthcare services either free or at a low cost so that even the poor can seek treatment. അപ്പം ഹെൽത്ത് കെയർ സർവീസസ്, പബ്ലിക് ഹെൽത്ത് കെയർ സർവീസസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിലാണ് ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് വരെ ചികിത്സിക്കണമെങ്കിൽ ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സർവീസസിലൊക്കെ വരികയാണെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കും. It takes action to prevent the spread of diseases such as tuberculosis, malaria, jaundice, etc. Time to time, it takes up a campaign to see that mosquitoes do not breed in water coolers, rooftops, etc. അപ്പം ഈ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ്, അതായത് TB, മലേറിയ, ജോണ്ടീസൊക്കെ പോലത്തെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവർ വേണ്ടത്ര മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ക്യാമ്പയിൻസൊക്കെ ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യാതിരിക്കാനായിട്ട് വാട്ടർ കൂളേഴ്സും റൂഫ് ടോപ്പിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ മാറ്റിക്കളയുക. അങ്ങനെ ഓരോരോ ക്യാമ്പയിൻസൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്യാറുണ്ട് ഈ ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദി സിസ്റ്റം ഈസ് അവൈലബിൾ ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അതുപോലെ തന്നെ ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം റൂറൽ ഏരിയാസിലുണ്ട്, അർബൻ ഏരിയാസിലുണ്ട്. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ തേടി അർബൻ ഏരിയാസിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. 11th ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു സീ ദാറ്റ് അഡിക്വേറ്റ് ഹെൽത്ത് കെയർ ഈസ് നോട്ട് അവൈലബിൾ ടു ഓൾ? എല്ലാവർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ഒന്നും ലഭിക്കുന്നില്ല. ഇതെങ്ങനെ ശരിക്കും ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. We can say without any doubt that adequate healthcare is not available to all in our country. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? അഡിക്വേറ്റ് ഹെൽത്ത് കെയർ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും അവൈലബിൾ അല്ല. The reason is that private services are increasing but public services are not. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാൽ അതിനനുസരിച്ച് പബ്ലിക് സർവീസസ് ഒന്നും കൂടുന്നുമില്ല. As a result, private services are mainly available to people, but these services are concentrated in urban areas and are very expensive. അപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് പ്രൈവറ്റ് സർവീസസ് ആയിരിക്കും. കാരണം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഈസിലി അക്സസിബിൾ ആയിരിക്കും ഈ പ്രൈവറ്റ് സർവീസസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ആൾക്കാർ പ്രൈവറ്റ് സർവീസസ് മെയിനായിട്ടും അർബൻ ഏരിയാസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വളരെയധികം എക്സ്പെൻസീവായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഓരോ ടെസ്റ്റുകളാണെങ്കിലും വളരെ എക്സ്പെൻസീവായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പാവപ്പെട്ടവർക്ക് ഇതൊന്നും accessible ആയിരിക്കത്തില്ല. Poor people hardly afford them. Whenever there is illness in the family, they either borrow money or sell some of their possessions to pay for the expenses. പാവപ്പെട്ട ആൾക്കാർ അങ്ങനെയൊന്നും പ്രൈവറ്റ് സർവീസസിൽ അങ്ങനെയൊന്നും അവർ പോവാറില്ല. കാരണം അവിടെ വളരെയധികം എക്സ്പെൻസീവാണ് അല്ലേ? എങ്കിൽ പോലും എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ ഇൻ കേസ് അവർക്ക് പ്രൈവറ്റ് സർവീസിലേക്ക് പോകേണ്ടി വരിക അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരെ മറ്റുള്ളവരിൽ നിന്ന് പൈസ കടം മേടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ടാണ് അവർ ഈ എക്സ്പെൻസസൊക്കെ മീറ്റ് ചെയ്യുന്നത്. Thus, medical expenses cause great hardship for the poor. Therefore, they avoid to go to a doctor unless it is very urgent. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ എക്സ്പെൻസ് കാരണം വളരെയധികം കഷ്ടതകൾ ഈ പാവപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും അസുഖം വന്ന് അവർ കുറേ നാൾ നോക്കും അതെങ്ങനെയും മാറുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഒരു വഴിയിലൂടെ അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകാറുള്ളൂ.
It has been found that women are not taken to a doctor in a prompt manner. Their health concerns are easily ignored. അതുപോലെ തന്നെ സ്ത്രീകളെയൊന്നും അധികം ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാറില്ല. കാരണം അവരുടെ ഹെൽത്ത് അധികം കൺസേൺ ചെയ്യുന്നില്ല, ആരും കൺസേൺ ചെയ്യുന്നില്ല. കാരണം പുരുഷന്മാരാണ് പുറത്തു പോയി വീട്ടിലേക്കുള്ള ഇൻകം ഒക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണമെന്നേ ഫാമിലി മെമ്പേഴ്സൊക്കെ ചിന്തിക്കത്തുള്ളൂ. അപ്പം സ്ത്രീകളുടെ ഹെൽത്ത് അധികം കൺസേൺഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാനായിട്ട് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ ഡോക്ടേഴ്സിനെ ഒന്നും കൊണ്ട് കാണിക്കത്തില്ല. Many tribal areas have few health centers and they do not run properly. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയാസിൽ അധികം ഹെൽത്ത് സെൻറ്റേഴ്സ് ഒന്നും ഇല്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആവശ്യത്തിന് ഡോക്ടറോ നേഴ്സസോ അല്ലെങ്കിൽ ബെഡോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും കാണത്തുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടത്ര ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസ് ഒന്നും ലഭിക്കുന്നില്ല എന്ന്. 12th question, compare public health services with those of private health services. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പബ്ലിക് ഹെൽത്ത് സർവീസും പ്രൈവറ്റ് ഹെൽത്ത് സർവീസും ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് ഇതേ ആൻസർ തന്നെ എഴുതാം. അപ്പോൾ ഡിഫറൻസ് ചോദിക്കുമ്പോൾ നിങ്ങളിത് 2 കോളമായിട്ട് തിരിച്ച് ഒരിടത്ത് പബ്ലിക് ഹെൽത്ത് സർവീസ് എന്നും മറ്റിടത്ത് പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് എന്നും എഴുതിയിട്ട് 2 കോളമായിട്ട് തിരിച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. Okay. Public health services are run by the government while private health services are managed by the individuals or companies. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സർവീസ് ഗവൺമെൻറ് ആണ് അത് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് അല്ലേ. പക്ഷേ പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് ആരെങ്കിലും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനീസ് ഏറ്റെടുത്ത് നടത്തുന്ന ഹോസ്പിറ്റൽസൊക്കെ ആയിരിക്കും. Public health services provide healthcare facilities either free or at a low cost so that even the poor can seek treatment easily. അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സർവീസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിലായിരിക്കും ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്കൊക്കെ ഈസിലി ആക്സസിബിൾ ആണ്. ദസ് മണി മേക്കിംഗ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് പബ്ലിക് ഹെൽത്ത് സർവീസസ്. So far private health services are concerned, they are run mainly for profit. They usually prescribe expensive medicines. It is common for private doctors to prescribe unnecessary medicines, injections or saline bottles when tablets or simple medicines can suffice. അപ്പം ഈ പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും മിക്കവാറും പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടാബ്ലറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സിറപ്പൊക്കെ കൊടുക്കേണ്ട കേസിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സലൈൻ ബോട്ടിലൊക്കെ മിക്കവാറും അവർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. കാരണം കൂടുതൽ പൈസ എന്തിനാണോ കിട്ടുന്നത് അതനുസരിച്ച് ഓരോന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ അൺനെസസറി ആയിട്ട് ഓരോ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടും ആവശ്യപ്പെടാറുണ്ട്. Public health services are found both in rural and urban areas, but private health services are concentrated in urban areas. അപ്പം ഈ പബ്ലിക് ഹെൽത്ത് സർവീസ് റൂറൽ ഏരിയാസിലുണ്ട്, അർബൻ ഏരിയാസിലുണ്ട്. അപ്പം റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സൗകര്യം പബ്ലിക് ഹെൽത്ത് സർവീസ് ഉണ്ടെങ്കിൽ കാണും അല്ലേ. പക്ഷേ പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് മെയിൻലി അർബൻ ഏരിയാസിലാണുള്ളത്, അതായത് സിറ്റീസിലൊക്കെയാണ് മെയിൻലി കാണുന്നത്. We often find huge rush at the government hospitals. People have to wait for hours in a long queue. But private hospitals are maintained properly. People don't face such long queues there. ഈ പബ്ലിക് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ നീണ്ട ക്യൂ ഒക്കെ കാണും, അല്ലെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഡോക്ടറെ കാണാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോരോ കൗണ്ടറൊക്കെ തിരിച്ച് ഓരോരോ സിസ്റ്റംസ് ഉണ്ട് അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഒരു തിരക്കൊന്നും കൂട്ടാണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് മടങ്ങി വരാവുന്നതാണ്. 13th question, what is Costa Rican approach? Explain. Costa Rica is a country in North America. It is considered to be one of the healthiest countries in the continent. ഇത് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോസ്റ്റാറിക്ക എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലുള്ളൊരു രാജ്യമാണ്. ഇത് വളരെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. The Costa Rican government gave much importance to the health of its citizens. It took an important decision and decided not to have an army. അപ്പം
ഈ കോസ്റ്റോറിക്കൻ ഗവൺമെൻറ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ സിറ്റിസൻസിൻ്റെ ഹെൽത്തിനാണ്. ഓക്കെ, ഹെൽത്തിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു ഡിസിഷൻ എടുത്തു, ആ നാട്ടിൽ അല്ലെ ആ രാജ്യത്ത് ആർമി വേണ്ട, ആർമിക്ക് പകരം അവിടെയുള്ള ആൾക്കാരുടെ ഹെൽത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനൊക്കെ ആയിട്ടുള്ള ഫണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് അവർ തീരുമാനിച്ചത്. In this way, it saved money and began to spend this money on health, education and other basic needs of the people. അപ്പം അവർ ആർമിക്ക് ചിലവാക്കേണ്ട പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അത് ആൾക്കാരുടെ ഹെൽത്തിനും എഡ്യൂക്കേഷനും അങ്ങനെ ഓരോ ബേസിക് നീഡ്സിനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. The Costa Rican government believes that a country has to be healthy for its development and pays a sincere attention to the health of its people. കോസ്റ്റാറിക്കൻ ഗവൺമെൻറ് ബിലീവ് ചെയ്യുന്നത് ഒരു കൺട്രി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തിലാണ്, എങ്കിൽ മാത്രമേ നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും ആൾക്കാരുടെ ഹെൽത്തിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് ഈ കോസ്റ്റാറിക്കൻ ഗവൺമെൻറ് പറയുന്നത്. The Costa Rican government provides all the basic services and amenities to all the people of the country. It provides clean drinking water, sanitation, nutrition and housing. Health education has been made an important part of the education, and at all levels students are provided knowledge about health. അപ്പം ആൾക്കാർക്ക് വേണ്ട, അവർക്ക് വേണ്ട ബേസിക് നീഡ്സാണ് ഈ കോസ്റ്റാറിക്കൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ന്യൂട്രീഷൻ, ഹൗസിങ്, ഇതിനൊക്കെ ആയിട്ട് അവർ ഫണ്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അല്ലെങ്കിൽ അവർ ആർമിക്ക് കൊടുക്കാണ്ട് വെച്ചിരിക്കുന്ന ആ മണി ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും വളരെയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നു. The Costa Rican approach towards health is പ്രൈസ്വേർതി ആൻഡ് ഇൻസ്പയറിങ്. അപ്പോൾ ഈ കോസ്റ്റാറിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സ്വന്തം രാജ്യത്തെ ആൾക്കാരുടെ, ജനങ്ങളുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 14th question. What major changes were made by the Kerala government in the state in 1996? അപ്പോൾ 1996 കേരള ഗവൺമെൻറ് നമ്മുടെ സ്റ്റേറ്റിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The Kerala government made some major changes in the state in 1996. It gave 40% of the entire state budget to panchayat so that they could plan and provide for their requirements. അപ്പോൾ അവരുടെ സ്റ്റേറ്റ് ബഡ്ജറ്റിൽ നിന്ന് 40% പഞ്ചായത്തുകൾക്കായിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഈ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാം അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ടുള്ള അവകാശവും ഈ പഞ്ചായത്തുകൾക്ക് തന്നെ കൊടുത്തു. This made it possible for a village to make sure that proper planning was done for water, food, women's development and education. അപ്പോൾ ഓരോ വില്ലേജസിന് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാം അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട വാട്ടറോ, ഫുഡ്, അതുപോലെ സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റ്സിനും എഡ്യൂക്കേഷനും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നവർക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ ഫണ്ട് ആവശ്യമാണെങ്കിൽ അവർക്ക് ഈ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് ബഡ്ജറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് അതിന് വേണ്ട ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. In this way, water supply schemes were checked. The working of schools and Anganwadis was ensured and specific problems of the village were taken up. Health centers were also improved. അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്താണ് ഈ പറയുന്നത്. വാട്ടർ സപ്ലൈ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നു. അതുപോലെ സ്കൂൾസും അംഗൻവാടികളൊക്കെ നന്നായിട്ട് നോക്കി നടത്താനായിട്ട് തുടങ്ങി. പിന്നെ വില്ലേജിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെടുക്കാനും അത് പരിഹരിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ആവശ്യത്തിനുള്ള ഹെൽത്ത് സെൻറ്റേഴ്സ് പണിയാനും അതിന് വേണ്ട മെയിൻ്റനൻസ് അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഫണ്ടൊക്കെ കൊടുക്കാനും തുടങ്ങി. In spite of all these efforts, some problems such as shortage of medicines, insufficient hospital beds, not enough doctors still exist and these are needed to be solved. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? മെഡിസിൻസിൻ്റെ ഷോർട്ടേജും, ആവശ്യത്തിന് ഹോസ്പിറ്റൽ ബെഡ്സ് ഇല്ലാത്തതും, ഡോക്ടേഴ്സൊന്നും ഇല്ലാത്തതും, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും സോൾവ് ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കുക. ഇതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.